Hello friends, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഫോൺ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറഞ്ഞ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ കുറെ ഇതിന് മുമ്പ് ടെക് വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പൊ കാണാത്തവരാണെങ്കിൽ പോയി കാണാം. അപ്പൊ കാലോണ്ട് ചവിട്ടി നമ്മൾ ജസ്റ്റ് ഒരു നൂല് വെച്ചുള്ള സാനിറ്റൈസർ, ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഒക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പൊ പല ടൈപ്പ് ടെക് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒക്കെ കാണാത്തവരാണെങ്കിൽ പോയി കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫോൺ അൺബോക്സിംഗ് ആണ്. അപ്പൊ ഈ കാണാണ്ട് ഫോൺ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോ. ഫോൺ മാക്സ് അല്ല, റെഡ്മി നോട്ട് 10 പ്രോ ആണ്. അപ്പൊ ഈ ഫോൺ എന്തൊക്കെയാണ് പ്രത്യേകത, എന്തൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങള്, അടിപൊളി ക്യാമറ ആണോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഞാൻ യൂട്യൂബിൽ കുറെ വീഡിയോകളൊക്കെ നോക്കി. ക്യാമറ അടിപൊളിയാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ക്യാമറ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കും. അതിന്റെ മോഡുകളും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള. പക്ഷെ നമ്മളെ ഇന്ന് അതിന്റെ ഫുൾ റിവ്യൂ ആണ്, ഡീറ്റെയിൽഡ് റിവ്യൂവും പിന്നെ അതിന്റെ ക്യാമറ എങ്ങനെയുണ്ട്, ഗെയിമിംഗ് പെർഫോമൻസ്, ഫുള്ള് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ കൂടുതൽ വേണ്ട ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളതിന്റെ കുറെ ട്രിക്സുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കുറെ ഫീച്ചേഴ്സും കുറെ പുതിയ ഓപ്ഷൻ, പുതിയ മോഡുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് ക്ലിക്ക് റോൾ കൊടുക്കുക. അപ്പൊ കൂടുതലൊന്നും പറയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടോ നമ്മുടെ ഫോൺ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ്. ഇത് നമ്മളൊരു 1 മന്തിൻ്റെ അടുത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മളിതിൻ്റെ റിവ്യൂ ഒക്കെ ഇടുന്നത്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചു എന്നുള്ളതൊക്കെ സ്റ്റാറ്റസ് ഇട്ടും. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇട്ടുള്ളതൊക്കെ ഇടണം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ഇതൊക്കെ സ്റ്റാറ്റസ് ഇടും, ഇൻസ്റ്റാഗ്രാമൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ അല്ലെങ്കിൽ ഒന്ന് പോയി ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഫോണിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫോണിൻ്റെ ബോക്സ്. നല്ല അടിപൊളി ബോക്സ് തന്നെയാണ്. അവിടെ റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ 6GB റാമും 128 GB ഇന്റർണൽ സ്റ്റോറേജും ആണ്. നല്ല അടിപൊളി ഒരു പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഞങ്ങളിത് വാങ്ങിച്ചത് നമ്മുടെ ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഇന്ത്യാസ് നമ്പർ 1 മെയ്ഡ് ഇൻ ഇന്ത്യ ഷവോമി, ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളി പവറാണ്. പിന്നെ സൈഡിലേക്ക് തിരിക്കുമ്പോൾ റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പതുക്കെ തുറക്കാണ് ഈ സംഭവം. അപ്പോൾ ആദ്യമായിട്ടുള്ള ഇതിൻ്റെ എന്താണ് ജസ്റ്റ് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൻ്റെ ഉള്ള എന്തോ സംഭവം നല്ല കട്ടിക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഇതൊക്കെ നമുക്ക് എന്താണ് ഓണൊക്കെ ചെയ്യാം. ആദ്യം ആ പെട്ടിയിലുള്ള എന്തൊക്കെയുണ്ടെന്ന് നോക്കണം. സോ നമ്മളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ തുറന്ന് നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ ഉള്ള സിം ഇജക്ടർ പിൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 2 നാനോ സിമ്മും ഒരു SD കാർഡ് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോണിൻ്റെ ഒരു ബാക്ക് കീസ് ഇട്ടുണ്ട്. പിന്നെ ജസ്റ്റ് അതിൻ്റെ കാർഡും നമ്മുടെ യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കവർ ഇട്ടുണ്ടായിരുന്നു. നല്ല കാര്യം തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി കവർ തന്നെയാണ്. നല്ല അത്യാവശ്യം ക്വാളിറ്റിക്കുള്ള നല്ല അടിപൊളി ഒരു സൂപ്പർ കവർ തന്നെയാണ്. ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് കവറാണ് എന്ന് വെച്ചാൽ അത്ര ക്ലിയർ ഒന്നുമല്ല, ട്രാൻസ്പെറൻ്റ് ആണ്. ചെറിയൊരു ഡോട്ട് ഡിസൈനൊക്കെ ഉണ്ട്. പിന്നെ ക്യാമറയുടെ ഭാഗം കുറച്ച് മുകളിലേക്ക് തള്ളിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ വേറെ ലെവലിൽ ക്യാമറയാണ്. പിന്നെ കുറച്ച് പൊന്തിക്കുന്ന ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു ക്യാമറ കൂടിയാണ് നമ്മുടെ ഫോണിൻ്റെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കുറച്ച് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സൈഡിലായിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്പീക്കർ, ചാർജിങ് പോർട്ട്, മൈക്ക്, അതിനൊക്കെ വരാനുള്ള ഓട്ടം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാർജിങ് പോർട്ടിൻ്റെ. അതിങ്ങനെ എന്താണ് ഒരു വീടിൻ്റെ വാതിലൊക്കെ തുറക്കടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റില്ല, പവറാണ്. പിന്നെ എന്താ നമ്മുടെ ഹെഡ്ഫോണൊക്കെ കുത്താനുള്ള അവിടെയും ഒക്കെ ഓട്ടയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ കിട്ടും. അപ്പോൾ നമ്മൾ ആ കവറൊക്കെ മാറ്റി വെച്ചു. നമ്മളെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ നമ്മൾ കാണാൻ പറ്റുന്ന ചാർജറും ഉണ്ട്, ഒരു കേബിളും ഉണ്ട്. ഈ ചാർജറും കേബിളൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്തിട്ട് വീണ്ടും വെച്ചേക്കണതാണ്. അതാണ് ചാർജറിലായാലും കേബിളായാലും ഫോണിൻ്റെ കവറിലൊക്കെ ഒരു ചുളുക്കം. നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അൺബോക്സിന് വേണ്ടി വീണ്ടും അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചാണ്. പിന്നെ ഒരു C-ടൈപ്പ് നമ്മുടെ കേബിളാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു കേബിളാണ്. പിന്നെ 33 വാട്ടിൻ്റെ ഒരു ചാർജറാണ്, C-ടൈപ്പ് USB ഒക്കെ. പിന്നെ 5020 mAh ബാറ്ററിയാണ്. നല്ലൊരു ബാറ്ററിയാണ്. ഒരു 1.5 മണിക്കൂറൊക്കെ പിടിക്കും ചാർജ് ആവാൻ. അപ്പോൾ നമ്മുടെ ഫോൺ 33 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. ചാർജർ 33 വാട്ടിൻ്റെ ഒരു ചാർജറാണ്. എന്തായാലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ മതി, മാക്സിമം 1.5 മണിക്കൂർ. അപ്പോൾ ഫ്രണ്ട്സ്, സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6.67 ഇഞ്ച് സൂപ്പർ ആമോ LED ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ എന്താ വേണ്ട, അടിപൊളി ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ നല്ലൊരു ക്യാമറയുടെ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എന്താണ് നമ്മൾ പടി പോലെയാണ് ക്യാമറ മൊഡ്യൂൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അൾട്രാ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 4 ക്യാമറ ഉണ്ട്, ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. പിന്നെ സൈഡിൽ പ്രീമിയം എന്ന് എഴുതിയിട്ടുണ്ട്. അത് എഴുതണം, അടിപൊളി ഫോൺ തന്നെയല്ലേ. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ്, അടിപൊളി ഫ്ലാഷ് ലൈറ്റ്, നല്ല അടിപൊളി ക്യാമറയൊക്കെയാണ്. പിന്നെ ബാക്ക് സൈഡിൽ എന്ന് വെച്ചാൽ ഒരു അടിപൊളി ഗ്ലാസ് ഫിനിഷ് വന്നിട്ടുണ്ട്, സ്മൂത്ത്. പിന്നെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും ഇവിടെ പതിയില്ല. നല്ല അടിപൊളി പ്രീമിയം ലുക്കാണ് കേട്ടോ നമ്മുടെ ഈ ഫോണിന്. അപ്പം നമുക്ക് ഫോണൊന്ന് ഓണാക്കാം. ഇതേ പെട്ടെന്ന് തന്നെ ഓണായി വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 11 MIUI 12 ആണ്. എന്തായാലും നല്ല അടിപൊളി കിടക്കാച്ചൊരു ഫോണാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ ഓണായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 196 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 8.1 mm ആണ് ഇതിൻ്റെ തിക്നെസ്.
അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു IR ബ്ലാസ്റ്റർ വന്നിട്ട് ഇത് വെച്ച് നമുക്ക് TV കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വന്നിട്ട് പിന്നെ ഡ്യുവൽ സ്പീക്കറാണ്, അതിലൊരു സ്പീക്കർ വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഓഡിയോ ജാക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ എന്ന് വെച്ചാൽ ഒരു C ടൈപ്പ് ചാർജർ കുത്താനുള്ള ഒരു പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പീക്കറിൻ്റെ ഒരു ഓട്ടോ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈക്ക്, പിന്നെ സൈഡിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ തന്നെയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ 16 MP ആണ്, ബാക്ക് ക്യാമറ ഒക്കെ വേറെ ലെവൽ ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്ന ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ ഏറ്റവും ടോപ്പ് ക്യാമറ, അതായത് മുകളിലത്തെ ക്യാമറയാണ് നമ്മുടെ 64 MP ക്വാഡ് ക്യാമറ, പിന്നെ ഏറ്റവും അടിയിലത്തെ 8 MP അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ അതിൻ്റെ നടുക്കത്തെ ഒരെണ്ണം 5 MP ക്യാമറ, പിന്നെ 2 MP ക്യാമറ, ഡെപ്ത് സെൻസറും ടെലിമാക്രോ ഒക്കെയാണ്. ഇനി നമ്മൾ ഈ ക്യാമറയിലത്തെ കുറച്ച് ഫോട്ടോകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ക്യാമറ എടുത്ത കുറേ ഫോട്ടോകളൊക്കെ കണ്ടില്ല, എങ്ങനെയുണ്ടല്ലോ അടിപൊളി ഫോട്ടോ അല്ലേ. പിന്നെ ഈ തുമ്പിയാണ് മെയിൻ, ഇതിൻ്റെ പിന്നാലെ 1 മണിക്കൂർ കഷ്ടപ്പെട്ട് പിന്നാലെ നടന്ന് വട്ടം ചുറ്റിച്ച് കഷ്ടപ്പെട്ട് എടുത്ത ഫോട്ടോകളൊക്കെയാണ് നിങ്ങളവിടെ കണ്ടത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ പോയി ഒന്ന് ലൈക്ക് അടിക്കുക, പവറാക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് കേട്ടോ കാണിക്കുന്നത്, ഇതിൻ്റെ കുറേ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ 3 വരെയുമ്പോൾ തൊട്ട് നമുക്ക് ഫുള്ള് വേണോ, അതായത് നമ്മുടെ ഫ്രെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, പിന്നെ ടൈം നമ്മൾ ഞെക്കുമ്പോൾ എത്ര ടൈം നിൽക്കണം, പിന്നെ സൂപ്പർ മാക്രോ, പിന്നെ ഇതിൽ മാക്രോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ മാക്സിമം ഫോൺ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, ശരിക്കും ഇത്ര ഷെയ്ക്കും നല്ല അടിപൊളിയായിട്ട് ഞാൻ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പല ഫിൽറ്റേഴ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കാരണം ക്യാമറയുടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ കുറേ നിൽക്കേണ്ടി വരും, കാരണം അത്രയും ഫീച്ചേഴ്സാണ്. പിന്നെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇട്ടേക്കണ മാക്രോ ക്യാമറയാണ്, മാക്രോ ക്യാമറ സൂമിങ് ഒക്കെ പറ്റിയുള്ള അടിപൊളി ക്യാമറയാണ്. പിന്നെ ഇത് നമ്മൾ മൂവ് ചെയ്യണ ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു മോഡും കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ പ്രോ മോഡ്, ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അതായത് നമ്മൾ ഫോണിൽ തന്നെ പല നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് സെറ്റിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ 64 MP ക്യാമറ, ഇതൊക്കെ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലാരിറ്റി. പിന്നെ ഇവിടെ തന്നെ നമുക്ക് പല ലെങ്സ് ആയിട്ട് ഇങ്ങനെ മാറാൻ പറ്റും, അതായത് നമ്മുടെ പല ക്യാമറ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പല ഇഫക്റ്റ് ആഡ് ചെയ്യാനും, വീഡിയോയിൽ ഇഫക്റ്റ് ആഡ് ചെയ്യാനും. പിന്നെ ഇതിൽ എക്സ്ട്രാ പറഞ്ഞ കുറേ സാധനങ്ങളാണ്. മോറിഞ്ഞേക്കുമ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ വ്ളോഗ് എന്ന് പറഞ്ഞ സാധനമാണ്. ഷോർട്ട് വീഡിയോ എന്ന് വെച്ചാൽ കുഞ്ഞൊരു വീഡിയോ എടുക്കാനുള്ള വ്ളോഗ് എന്ന് വെച്ചാൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഡുവൽ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സമയത്ത് തന്നെ 2 വീഡിയോ. പിന്നെ പല ഓപ്ഷൻസ്, അങ്ങനെ ചറപറ ഓപ്ഷൻസ് ആണ് ഇതിൽ ഫുള്ള്. അപ്പോൾ നൈറ്റ് മോഡ് എന്നൊക്കെ വെച്ചാൽ രാത്രിയൊക്കെ എടുക്കാനുള്ള. അപ്പോൾ പല മോഡും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ വ്ളോഗ് എന്ന് പറഞ്ഞ മോഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോഡാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കും, അപ്പോൾ നമ്മളെ അതിൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ ക്യാമറ അങ്ങോട്ടും തിരിച്ചൊക്കെ കാണിക്കണല്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒരു ഫോൺ സ്റ്റേബിളായിട്ട് വെച്ചാൽ ഇവർ തന്നെ ക്യാമറ ഫുൾ തിരിച്ചൊക്കെ കൊടുക്കും. ഇപ്പോൾ അതേ നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ തിരിച്ചൊക്കെ തരികയാണ്, ഓട്ടോമാറ്റിക്കലി സൂമിങ് ഒക്കെയാണ്. ഇത് നമ്മുടെ നോർമൽ ക്യാമറയാണ്, നമ്മൾ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, നല്ല അടിപൊളി ക്ലാരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൂടി ചെയ്യാണ്, അപ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി ഒക്കെ ഇത്തിരി കുറേ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ. പിന്നെ ഇതാണ് പനോരമ, അത് എന്താ മുകളിലേക്കൊക്കെ ഇങ്ങനെ നല്ല വൈഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും, ഈ മോഡൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ നിങ്ങളൊരു പുള്ളിക്കാരത്തിൽ നടന്നുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു പ്രേത എഫക്റ്റ് ഒക്കെ കൊടുക്കുക, അല്ല പവറായിട്ട്. പിന്നെ അത് ഡുവൽ ക്യാമറ എന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയം 2 ക്യാമറ, നല്ല അടിപൊളി ഫീച്ചറാണ്. പിന്നെ നമ്മൾ സൂം മീറ്റിംഗ് ഒക്കെ ചെയ്യില്ല, അതുപോലത്തെ ഒരു മോഡും കൂടി ഉണ്ട്, ഇഷ്ടംപോലെ മോഡുണ്ട് ഇതിൽ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫോണൊന്നും ഒട്ടും ലാഗില്ല, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 240 ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോ LED ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോണാണ്, അതായത് അതുകൊണ്ടാണ് ഇപ്പോൾ BGMയും പല സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഫോണിൽ നിന്ന് എടുക്കുമ്പോൾ 60 ഹെർട്സ് ആയിരിക്കും, നമ്മളിപ്പോൾ 120 ഹെർട്സിലേക്ക് സ്വിച്ച് ചെയ്ത് മാറേണ്ടതാണ്. നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ അതേ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ വാട്സപ്പും
ഇൻസ്റ്റഗ്രാമും പല പല സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൈൻമാസ്റ്ററിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനും. അപ്പോൾ ഞാൻ സാധാരണ ഒരു 1 month ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഫ്രണ്ട്സ്, ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 732G ആണ്. ആർഡിനോ 618 GPU ആണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഗെയിമൊക്കെ കളിക്കുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഇതിൽ 50 GB ഒക്കെ യൂസ് ചെയ്തു കേട്ടോ. പിന്നെ ഇതിൽ പല പല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫിംഗർ പ്രിൻറ്റ്, അതായത് സൈലത്ത് ഓൺ ഓഫ് ബട്ടൺ അവിടെ 2 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ ആവുന്നതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പല പല ഫീച്ചേഴ്സ് കൊടുക്കാൻ, സ്ക്രീൻഷോട്ട് കൊടുക്കാൻ, അങ്ങനെ പല പല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കുറേ ട്രിക്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ ഫ്ലാഷൊക്കെ ഓൺ ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഫിംഗർ പ്രിൻ്റൊന്നും അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാനുള്ള ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിലൊക്കെ ഉള്ള പോലത്തെ ഒരു ബോൾ പോലത്തെ ഒരു സാധനം വരും. അപ്പോൾ ഇതിൽ എനിക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഇതിലൊരു 3-4 സെറ്റിംഗ് ചെയ്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ. നമ്മൾ ബാക്ക് ബട്ടൺ ഞെക്കുമ്പോഴും ഹോം ബട്ടൺ ഞെക്കുമ്പോഴും ചറവറ സ്ക്രീൻഷോട്ടിൻ്റെ ബട്ടൺസാണ്. അപ്പോൾ ഇത് തന്നെ നമ്മുടെ വീഡിയോൻ്റെ ടൂൾ ബോക്സ് ആണ്. എന്താ ഞാൻ കാണിച്ചു തരാം. ഒരു യൂട്യൂബിലൊരു വീഡിയോ കാണുമ്പോൾ ഇതുപോലെ നിങ്ങൾ വലിക്കുകയാണെങ്കിൽ സ്ക്രീൻഷോട്ടും നമ്മുടെ എന്താണ് ഇത് റിഫ്രഷ് ആയിട്ടാണ്, ഓട്ടോമാറ്റിക്കലി ഇത് മാറിക്കോളും. അപ്പോൾ നമുക്ക് തന്നെ വലിച്ചിട്ട് ഇപ്പോൾ വേറൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ തീം, അതായത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റൈൽ തന്നെ മാറ്റാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കളർ ചൂസ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ സൗണ്ടൊക്കെ കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ്ട് എഡിറ്റിങ്ങിൽ, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ ആണെങ്കിൽ തന്നെ ഇപ്പോൾ BGMI കളിക്കുന്നുണ്ടെങ്കിൽ BGMI എടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോ പോസ് ആവില്ല, യൂട്യൂബിൻ്റെ വീഡിയോ വർക്കാവും. BGMI ഒരു ലാഗിലാണ്ട് കളിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ഒരു സ്ക്രീനിൽ BGMI എടുത്ത് നമുക്ക് കളിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നാണ് ഇങ്ങനെ ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ കുറേ സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഫ്ലോട്ടിംഗ് വിൻഡോസ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി നമ്മുടെ ഗെയിമിങ്ങിന് വേണ്ടി ഒരു സാധനം ഉണ്ട്, അതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയം 2 ആൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ആ മോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട് സ്വിച്ച് എന്നുള്ളത് ഞെക്കി കഴിഞ്ഞാൽ ഒരു വേറെ പുതിയൊരു ഫോൺ പോലെയോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത BGMIയോ കൈൻമാസ്റ്ററോ ഒന്നുമില്ല. അതായത് അവിടെ എടുത്ത സ്പേസ് ഇവിടെ ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ വേറൊരാളുടെ ഫോൺ പോലെ ആയിരിക്കും തോന്നുക. അപ്പോൾ വീണ്ടും നമ്മളിത് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ കൈൻമാസ്റ്ററും BGMIയും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ നോർമൽ യൂസിൻ്റെ ഫോണിലേക്ക് പോയി. ഉണ്ടോ പല പല ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആപ്സ് ലോക്ക് ചെയ്യാനൊക്കെ, പിന്നെ സ്ക്രീൻ ലോക്ക്, അങ്ങനെ പല പല ലോക്ക്, ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, ഫേസ് ലോക്ക് ഉണ്ട്. നല്ല അടിപൊളിയാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ സേവർ. അതായത് നമ്മൾ ബാറ്ററി വല്ല ആപ്സ് ഇങ്ങനെ വലിച്ച് കുടിച്ച് ബാറ്ററി ഒക്കെ തീർക്കുന്ന വല്ല ആപ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണിച്ചു തരും, നമുക്കൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഒരു ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗെയിം ടർബോ എന്ന് വെച്ചാൽ നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തപ്പോൾ ഞാൻ മീറ്റൊക്കെ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ വോയിസ് ചേഞ്ചർ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ടീച്ചർമാർ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്ത് അവരെ പറ്റിക്കാം. പിന്നെ ഫ്രണ്ട്സ്, ഇതിൽ ആൻഡ്രോയിഡ് വേർഷൻ ലെവലും MIUI വേർഷൻ 12 ആണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി ഫാസ്റ്റ് തന്നെ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ലാഗും ഇല്ല. ഇതൊക്കെ നമുക്ക് പല പല ടൈപ്പ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ പല ടൈപ്പ് ഓപ്ഷൻസ് നമുക്ക് കളർ സെലക്ട് ചെയ്യാം. പിന്നെ റീഡിങ് മോഡ് ഉണ്ട്, അങ്ങനെ പല മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഇൻ ഹാൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. 196 ഗ്രാം മാത്രമേ നമ്മുടെ ഫോണിന് വെയിറ്റ് വരുന്നത്. അപ്പോൾ ബാക്ക് സൈഡൊക്കെ അടിപൊളി കളറാണ്, 3 കളറുണ്ട്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന കളർ ഗ്ലേസിയർ ബ്ലൂ ആണ്. പിന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ ഒക്കെ കാര്യം പറയുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ളൊരു സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോകളൊക്കെ ഒന്ന് കണ്ടോക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ കുറച്ച് വീഡിയോകളാണ്. പിന്നെ സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും 240 ഹെഡ്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെയാണ്. എന്തായാലും നല്ല അടിപൊളിയാണ്, ഹൈ ക്വാളിറ്റി വീഡിയോകളാണ് വരുന്നത്. ഇപ്പം ഞാൻ വേറെ ഏതോ ചാനലിലേക്ക് വെച്ചേക്കുന്നത്, കോപ്പറേറ്റ് കിട്ടൂല എന്ന് ദൈവത്തിന് അറിയാം. ഇപ്പോൾ ഫ്രണ്ട്സ് ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ടോ, ഇനി നമുക്ക് സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ RC കാറിന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടതിനെ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുള്ള അടിപൊളി വീഡിയോകളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നല്ല ഡൗട്ട് എങ്ങനെയാണ് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല അടിപൊളി ഒച്ചയൊക്കെ ഉണ്ട്. നമ്മുടെ ഡുവൽ സ്പീക്കറാണ്. പിന്നെ ഒച്ച കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണ ഫോണിൻ്റെ മൈക്കിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 2 സ്പീക്കറൊക്കെ ഉണ്ട്, നല്ല ബാലൻസിങ് ആണ് കേട്ടോ നമ്മുടെ സൗണ്ടൊക്കെ 2 സ്പീക്കറിൽ നിന്നും. പിന്നെ നമുക്ക് BGMI എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്സിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്മൂത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് അൾട്ര വരെ കിട്ടും, ബാലൻസ്ഡ് ഇടുകയാണെങ്കിൽ ഹൈ, പിന്നെ HD വരെ കിട്ടും, HDR കിട്ടില്ല. എന്തായാലും ലാഗൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല രീതിക്ക് നമ്മുടെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം കണ്ടില്ല, ഒരു നല്ലൊരു ഒറിജിനൽ ലുക്കൊക്കെ ഉണ്ട് നമ്മുടെ വെള്ളത്തിന്. ശരിക്കും തിരമാലയൊക്കെ വരുന്ന പോലെ തന്നെ ഇത് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. വേണ്ട പുല്ലൊക്കെ കണ്ടില്ല, അടിപൊളിയാണ്. ഇതിപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഗ്രാഫിക്സ് HD ആണ് ഇട്ടേക്കുന്നത്. സ്മൂത്തൊക്കെ ഇടുകയാണെങ്കിൽ ഗ്രാഫിക്സ് കുറച്ചും കൂടി കുറേ.
അപ്പോൾ ഫ്രണ്ട്സ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ ഒരു മോഡൊക്കെ വരും. ഇതിൽ നമുക്ക് വോയിസ് ചേഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാട്സപ്പ് യൂട്യൂബൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റോക്കൻ്റെ പടം ഞെക്കി കഴിഞ്ഞാൽ ഫോൺ കുറച്ചും കൂടി ഫാസ്റ്റ് ആവും. പിന്നെ സ്ക്രീൻ റെക്കോർഡ് സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട്. പിന്നെ വൈഫൈ ഇവിടെ തന്നെ ഓൺ ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ് ഇതിൽ കുറേ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വോയിസ് ചേഞ്ചറിൻ്റെ കാര്യം പറഞ്ഞുതരാം. വോയിസ് ചേഞ്ചർ നല്ല അടിപൊളി ക്വാളിറ്റി വോയിസ് ചേഞ്ചറൊക്കെ തന്നെയാണ്. പിന്നെ വോയിസ് ചേഞ്ചറിൽ കുറച്ച് ഒച്ചുള്ളൂ, പക്ഷേ അതൊക്കെ നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ കിട്ടും. ഫ്രണ്ട്സ് ഇതിൽ കുറേ ഒച്ചുണ്ട്. പക്ഷേ ഇതിൻ്റെ റോബോട്ടിൻ്റെ ഒച്ച വെക്കുമ്പോൾ നമ്മുടെ അയൺമാൻ്റെ ജാവിസ്, ഹായ് ഞാൻ ജാവിസ് എന്ന് പറയുന്ന ഒരു ഒച്ചയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് ഏൽപ്പിച്ചു തരാം. ഹലോ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം നല്ല ക്വാളിറ്റി വെച്ചുകളാണ്. റോബോട്ട് മാത്രം കുറച്ച് അടഞ്ഞു വെച്ചാന്നുള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഈ ഗെയിമിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് വോയിസ് കൺട്രോൾ ചെയ്യാം, ബാക്കിയുള്ളതിന് വേറെ രീതിക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വാട്സപ്പോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമോ നമ്മുടെ പ്ലേ സ്റ്റോറൊക്കെ എടുക്കാം. അപ്പോൾ ആപ്പൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പല ഓപ്ഷൻസ് ആണ്. ഒരു വിധത്തിൽ ലാഗ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇതൊക്കെ കളിച്ചപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഈ നല്ല എക്സ്പീരിയൻസ് തന്നെ കിട്ടി. ഇപ്പോൾ നമ്മളിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുമ്പോൾ ഒരു ബോട്ട് വന്ന് പുള്ളി എന്നെ ഒന്നും ചെയ്തില്ല, പാവം. ഇപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് സ്ക്രീനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും നല്ല സ്പീഡാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 732GB പ്രോസസ്സറും 6GB റാമും 5020 mAh ബാറ്ററി. ഈ ബാറ്ററി എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ സൂപ്പർ ആമോ LED ഫുൾ HD+ ഡിസ്പ്ലേ ഒക്കെയാണ്. എന്തായാലും നല്ല രീതിക്ക് തന്നെ മൂവ്മെൻറ്റ് നല്ല റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടുണ്ട്. അപ്പോൾ വാങ്ങണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത്രയും വീഡിയോ കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഫോൺ അടിപൊളി ഫോണാണ്. അടിപൊളിയായിട്ട് നമ്മൾ അൺബോക്സിംഗ് ആയി ചെയ്യുന്നുണ്ട്. ക്യാമറ ഒക്കെ വേറെ ലെവലാണ്. GMI ഫ്രീ ഫയർ ഒക്കെ കളിക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിക്കാം. നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഒന്ന് വാങ്ങാം. എനിക്ക് ഇതേവരെ ഹാങ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സേളവിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ എടുക്കുക. പിന്നെ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ലൈക്ക് അടിക്കുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. വല്ല ഡൗട്ട് ഇങ്ങനെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല അടിപൊളി ടെക് DIY വീഡിയോ ഒക്കെ കാണാമെന്ന് പ്രതീക്ഷ. സൈനിങ് ഔട്ട്.